ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കി നോക്കാം. ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 2 സാമ്പിൾ സോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സോപ്പ് ഡിസോൾവ് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനിപ്പോൾ എന്താ വെയിറ്റ് ചെയ്യാലോ. അല്ലെങ്കിൽ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഷാംപൂവോ നിങ്ങളുടെ വീട്ടിൽ എന്ത് സോപ്പ് സൊല്യൂഷൻ ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കളർ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഈ കളർ പേപ്പേഴ്സിലേക്ക് ഒരു ബ്രഷിൻ്റെ സഹായത്തോടെ ഞാനിതാ സോപ്പ് സൊല്യൂഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ കൈപ്രയോഗങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിപ്പ് ചെയ്തിട്ടായാലും ബ്രഷ് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും ഒക്കെ ഈ സോപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം എല്ലാ പേപ്പറിലും ഇതായതിനു ശേഷം നമുക്ക് ഈ പേപ്പേഴ്സിനെയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതെല്ലാം നന്നായി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് മടക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് ഷേപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വരച്ചു കൊടുക്കുന്ന ഷേപ്പൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. അപ്പം എല്ലാ കളർ പേപ്പറിലും ഇതുപോലെ ഷേപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള പേപ്പർ സോപ്സ് റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടി ഒരു ബോട്ടിലോട്ട് മാറ്റണം. അപ്പം നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബോട്ടിൽ നമ്മൾ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് സ്കൂളിൽ പോകാനാണെങ്കിലും കോളേജിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിലും ഒക്കെ ഈ പേപ്പർ സോപ്പ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുമല്ല എല്ലായിടത്തും ഇത് അവൈലബിളുമാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ പേപ്പർ സോപ്പിനെയൊക്കെ ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ പോകാനാണെങ്കിലും സ്മോൾ ബോക്സിൽ വെക്കുമ്പം നമുക്ക് എവിടെ പോവാണെങ്കിലും ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസി ആയിരിക്കും. ഞാനിതൊരു സ്മോൾ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ബോട്ടിലിനെ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ക്യൂട്ട് എന്നൊക്കെ എഴുതിയ ഒരു പേപ്പറൊക്കെ ഉപയോഗിച്ച് ഞാൻ ഒരു കളർ പേപ്പർ ഉപയോഗിച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പേപ്പർ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ കുറച്ച് പേപ്പർ സോപ്പ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ വർക്കാവുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണേ. താങ്ക് യു.